നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവർ അവരുടേതായ ഒരു കയ്യൊപ്പ് നൽകും. പല കണ്ടുപിടുത്തങ്ങളും ചിലപ്പോഴൊക്കെ നാം അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ അങ്ങ് ലണ്ടൻ ലോകത്ത് ഒരു പ്രവാസി മലയാളിയുണ്ട്. ലണ്ടൻ ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാസി മലയാളി. നമ്മുടെ പാലക്കാടൻ മട്ടാരിയിൽ നിന്നും ബിയർ കണ്ടുപിടിച്ച തനി മലയാളിയാണ്. ഇപ്പോൾ വാർത്തയിലേക്ക്. കൊമ്പൻ എന്ന് കേട്ടാൽ ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ആനയുടെ ചിത്രമാകും മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പുതിയ അനുഭവം അങ്ങനെയല്ല താനും. അവരെ മയക്കി വീഴ്ത്തുന്ന പ്രിയപ്പെട്ട ബിയർ എന്നാകും കൊമ്പൻ എന്നതിന്റെ ഒറ്റ വാക്കിലെ ഉത്തരം അവർ പറയുന്നത്. വർത്തമാനകാല ബ്രിട്ടീഷ് ജനതയുടെ അനുഭവം ഇപ്പോൾ അത് തന്നെയാണ്. മലയാളികളുടെ സ്വന്തം മട്ടാരിയിൽ നിന്നുണ്ടാകുന്ന ബിയർ ലണ്ടൻ ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. പാലക്കാടൻ മട്ടാരിയിൽ നിന്നുണ്ടാകുന്ന ബിയറിന്റെ പേരാണ് കൊമ്പൻ എന്നത്. കൊച്ചിക്കാരനായ വിവേക് പിള്ള എന്ന ബിസിനസ്സുകാരന്റെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ് മട്ടാരിയിലെ കൊമ്പൻ എന്നുകൂടി അരിയാഹാരം കഴിക്കുന്നവർ അറിയുക തന്നെ വേണം. കേവലം 3 വർഷം കൊണ്ടാണ് വിവേകിന്റെ കൊമ്പൻ ലണ്ടൻ ജനതയുടെ പ്രിയപ്പെട്ട ബിയറായി മാറിയത്. ലണ്ടനിൽ കേരള വിഭവങ്ങളിൽ കൂടുതലായുള്ള റെസ്റ്റോറന്റ് ഉടമയായിരുന്ന വിവേക് ബ്രിട്ടീഷുകാരുടെ ബിയർ പ്രേമം തിരിച്ചറിഞ്ഞായിരുന്നു പുതിയ ചുവട് മുന്നോട്ട് വച്ചത്. മട്ടാരിയിൽ നിന്നുള്ള ബിയറുമായി എത്തിയ വിവേകിന്റെ നീക്കം പിഴച്ചില്ല താനും. അങ്ങനെ 2016 തുടങ്ങിയ കൊമ്പൻ അതിവേഗമാണ് ഏവരുടെയും പ്രിയപ്പെട്ടതായി മാറിയത്. അങ്ങനെ ഭക്ഷണത്തോടൊപ്പം ബിയർ അടക്കമുള്ള ലഹരി പാനീയങ്ങൾ ശീലമാക്കിയിട്ടുള്ള ഇംഗ്ലീഷുകാർക്കിടയിൽ കൊമ്പൻ സ്വീകാര്യത നേടാനുള്ള കാര്യകാരണങ്ങൾ വിശദീകരിച്ച് വിവേക് പിള്ള തന്നെ രംഗത്തെത്തി. കേരളീയ വിഭവങ്ങൾ ബ്രിട്ടീഷുകാർക്ക് എന്നും വളരെ പ്രിയപ്പെട്ടതായിരുന്നു താനും. അത് തന്നെയായിരുന്നു കേരളത്തിലേക്ക് ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ഏറെ എത്തിയിരുന്നത്. റെസ്റ്റോറന്റുകളിൽ എത്തുമ്പോഴെല്ലാം അവർ കേരളത്തിൽ നിന്നുള്ള ലഹരി പാനീയങ്ങൾ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞാണ് കേരളത്തിന്റെ രുചിക്കൂട്ടിലെ ബിയർ എന്ന ആശയം ജനിച്ചത് തന്നെ. അങ്ങനെ വിവേകിന്റെ വാക്കുകൾ നീളുന്നു. ബ്രിട്ടീഷ് വിപണിയിലെ ഈ പ്രസക്തി തിരിച്ചറിഞ്ഞാണ് ഇന്ത്യൻ നിർമ്മിത ബിയർ ലണ്ടനിൽ ആരംഭിച്ചത്. കൊമ്പന്റെ വിജയത്തിന് പിന്നിൽ ഭാര്യയ്ക്കും വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പേര് തന്നെ ഭാര്യയാണ് നിർദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിന്റെ പെരുമകളിലൊന്നായ കൊമ്പനാനയുടെ പേരിലാകണം ബിയർ എന്ന ഭാര്യയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ശക്തിയുടെ പ്രതീകമായ കൊമ്പൻ പേരിനോട് നീതി പുലർത്തണമെന്ന് തീരുമാനിച്ചിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതുതന്നെയാണ് വിജയകാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നിർമ്മിതമായ 2 ബിയറുകൾ നേരത്തെ തന്നെ വിവേക് ബ്രിട്ടീഷ് വിപണിയിൽ എത്തിച്ചിരുന്നു. ദി ബ്ലോണ്ട്, പ്രീമിയം ബ്ലാക്ക് എന്നീ പേരുകളിൽ ബെൽജിയൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് അവ വിപണിയിൽ എത്തിച്ചത്. ഉപയോക്താക്കൾക്കിടയിൽ നല്ല സ്വീകാര്യത ലഭിച്ചതോടെയാണ് കേരള പരീക്ഷണത്തിലേക്ക് വിവേക് കടന്നത് തന്നെ. അങ്ങനെ കേരളത്തിന് അഭിമാനമാകുന്ന നിലയിൽ ഒരു പരീക്ഷണമായിരുന്നു കൊമ്പനിലൂടെ വിവേക് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അന്വേഷണം പാലക്കാടൻ മട്ടാരിയിലെത്തിയതോടെ കാര്യങ്ങൾ അങ്ങനെ ശുഭപര്യവസായമായി. വിവേകിന്റെ സഹോദരൻ വെങ്കടേഷ് പിള്ളയാണ് കൊമ്പന്റെ ലോഗോയും ലേബലും എല്ലാം ഡിസൈൻ ചെയ്തത്. എന്തായാലും വൻ സ്വീകാര്യതയാണ് ഇപ്പോൾ കൊമ്പന് വിദേശ മാർക്കറ്റുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊമ്പന്റെ സ്വീകാര്യത നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും കൊമ്പനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് വിവേക് പിള്ള. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉടൻ തന്നെ ബെൽ ബട്ടൺ അമർത്തൂ.